നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ ഒരുപക്ഷെ മാറ്റിയെഴുതിയ ഒരാളെക്കുറിച്ചാണ്. ഒരു വിപ്ലവകാരിയായ ഋഷി, ചട്ടമ്പിസ്വാമികൾ. ഈ വാക്കുകൾ ആരുടേതാണെന്നോ? സാക്ഷാൽ സ്വാമി വിവേകാനന്ദന്റെ. അപ്പോ നമുക്കൊന്ന് ഊഹിക്കാമല്ലോ അല്ലേ? ചട്ടമ്പിസ്വാമികൾ വെറുമൊരാളായിരുന്നില്ലെന്ന്. അദ്ദേഹത്തിന്റെ സ്വാധീനം എത്ര വലുതായിരുന്നു എന്നതിന് ഈ ഒരൊറ്റ വാചകം മതി. അപ്പോ ചട്ടമ്പിസ്വാമികൾ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അദ്ദേഹം ജീവിച്ച ആ കാലഘട്ടത്തിലേക്കൊന്ന് പോകണം. മതിലുകളും നിറഞ്ഞൊരു ലോകമായിരുന്നു അത്. ഭ്രാന്താലയം. ശരിക്കും ആ ഒരു വാക്കിലെല്ലാമുണ്ട്. പുറത്തുനിന്ന് വന്ന ഒരാൾക്ക്, വിവേകാനന്ദനെ പോലുള്ള മഹാന് പോലും അന്നത്തെ കേരളം അനുഭവപ്പെട്ടത് ഒരു ഭ്രാന്താലയം പോലെയായിരുന്നു. അത്രയ്ക്ക് ഭീകരമായിരുന്നു അന്നത്തെ സാമൂഹിക അവസ്ഥ. എന്തായിരുന്നു ആ ഭ്രാന്തിന് കാരണം എന്നല്ലേ? ഒന്നാമത്തേത് ജാതി. അതിന്റെ ഏറ്റവും ക്രൂരമായ രൂപത്തിലായിരുന്നു അന്ന് ജാതി വ്യവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണക്കാരായ മനുഷ്യർക്ക് അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണെന്ന ഒറ്റ കാരണം കൊണ്ട് പൊതുവഴിയിലൂടെ നടക്കാൻ പാടില്ലായിരുന്നു, ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നു. ഇതിനെല്ലാം അപ്പുറം അറിവ് നേടാൻ, അതായത് സംസ്കൃതവും വേദങ്ങളുമൊക്കെ പഠിക്കാൻ പോലും അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല. ശരിക്കും മനുഷ്യനെ മനുഷ്യനായി പോലും കാണാത്തൊരു കാലം. അങ്ങനെയൊരു അനീതിയുടെ ലോകത്തേക്കാണ് നമ്മുടെ കഥാനായകൻ ജനിക്കുന്നത്. അപ്പോ ഇങ്ങനൊരു ഇരുണ്ട ലോകത്താണ് അറിവെന്ന ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹം ഒരാളെ വലിയൊരു വിപ്ലവകാരിയാക്കി മാറ്റുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നത്. 1853 അയ്യപ്പൻ എന്ന പേരിലാണ് ജനനം. എല്ലാവരും കുഞ്ഞൻ എന്ന സ്നേഹത്തോടെ വിളിച്ചു. സ്കൂളിൽ പോകാനൊന്നും അന്ന് പണമില്ലായിരുന്നു. അപ്പൊ പിന്നെ എന്തു ചെയ്യും? മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടും ബ്രാഹ്മണ വീടുകളിൽ നിന്ന് പഠിപ്പിക്കുന്നതിന്റെ ശബ്ദം കേട്ടുമൊക്കെയാണ് അദ്ദേഹം അറിവ് നേടിയത്. പിന്നീട് ഒരു സ്കൂളിൽ ചേർന്നപ്പോൾ തന്റെ കഴിവും നേതൃത്വഗുണവും കൊണ്ട് അദ്ദേഹം ക്ലാസ്സിലെ ചട്ടമ്പിയായി, അതായത് ഇന്നത്തെ ക്ലാസ് ലീഡർ. ആ പേര് പിന്നീട് അദ്ദേഹത്തോടൊപ്പം കൂടി. കിലോമീറ്ററുകളോളം കാൽനടയായി യാത്ര ചെയ്താണ് അദ്ദേഹം സംസ്കൃതവും തമിഴും വേദങ്ങളുമൊക്കെ പഠിച്ചെടുത്തത്. അതും അന്ന് മറ്റുള്ളവർക്ക് വിലക്കപ്പെട്ട അറിവുകളായിരുന്നു അതൊക്കെ. പക്ഷേ ഈ അറിവൊക്കെ നേടിയത് വെറുതെ ഒരു പണ്ഡിതനാകാൻ വേണ്ടിയായിരുന്നില്ല. അതൊരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു. അന്നത്തെ ആ അനീതി നിറഞ്ഞ വ്യവസ്ഥിതിയോടുള്ള ഒരു പോരാട്ടം. അപ്പോ എന്തായിരുന്നു ആ പോരാട്ടം? അതൊരു ആശയപരമായ യുദ്ധമായിരുന്നു. ഒരു വശത്ത് അന്നത്തെ സമൂഹം പറയുന്നു, വേദം പഠിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുള്ളൂ, ജാതി എന്നത് ദൈവമുണ്ടാക്കിയതാണ്. എന്നാൽ മറുവശത്ത് ചട്ടമ്പിസ്വാമികൾ തന്റെ അറിവ് വെച്ച് സ്ഥാപിക്കുന്നു, അല്ല, അറിവ് നേടാൻ ഓരോ മനുഷ്യനും അവകാശമുണ്ട്. ജാതി എന്നത് മനുഷ്യനുണ്ടാക്കിയ അനീതിയാണ്. ഇതായിരുന്നു ആ വലിയ പോരാട്ടത്തിന്റെ കാതൽ. ഈ പോരാട്ടത്തിന് അദ്ദേഹം ഉപയോഗിച്ച ആയുധങ്ങൾ ഏതായിരുന്നുവെന്നോ? വാക്കുകൾ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളായിരുന്നു ആ ആയുധങ്ങൾ. ഉദാഹരണത്തിന് വേദാധികാര നിരൂപണം. അതിലൂടെ അദ്ദേഹം അവിതർക്കിതമായി സ്ഥാപിച്ചു, ആർക്കും ജാതിയുടെ പേരിൽ വേദം പഠിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ പ്രാചീന മലയാളം കേരളം ബ്രാഹ്മണർക്ക് ദാനമായി കിട്ടിയതാണെന്നുള്ള കഥയൊക്കെ അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പൊളിച്ചെഴുതി. ഇതിനെല്ലാം അപ്പുറം അദ്വൈത ചിന്താപദ്ധതിയിലൂടെ സാധാരണക്കാരന് മനസ്സിലാവാത്ത വലിയ തത്വചിന്തകളൊക്കെ അദ്ദേഹം ലളിതമായ ഭാഷയിൽ അവർക്ക് പറഞ്ഞുകൊടുത്തു. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ അടിത്തറയിളക്കുന്ന ബോംബുകളായിരുന്നു ആ പുസ്തകങ്ങളെല്ലാം. അപ്പോ ഈ യാത്രയിൽ അദ്ദേഹം ഒറ്റക്കായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് ശക്തി പകർന്ന, അദ്ദേഹത്തെ മനസ്സിലാക്കിയ ചില വലിയ കണ്ടുമുട്ടലുകളും ആ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാമി വിവേകാനന്ദനുമായുള്ള കൂടിക്കാഴ്ചയാണ്. 1892 അവർ കണ്ടുമുട്ടിയപ്പോൾ വിവേകാനന്ദൻ പാടുന്നത് കേട്ട് ചട്ടമ്പിസ്വാമികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പാട്ട് കേൾക്കാൻ ഒരു സ്വർണ്ണക്കുടത്തിൽ നിന്ന് വരുന്ന ശബ്ദം പോലെ ഉണ്ടായിരുന്നുവെന്ന്. എത്ര മനോഹരമായൊരു വാക്കാണല്ലേ! ആ രണ്ട് വലിയ മനുഷ്യർ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശ്രീനാരായണ ഗുരുവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം. രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്, പക്ഷെ വഴികൾ വ്യത്യസ്തമായിരുന്നു. നമുക്കിങ്ങനെ പറയാം, ചട്ടമ്പിസ്വാമികൾ ആ വിപ്ലവത്തിനു വേണ്ട ആശയപരമായ അടിത്തറയുണ്ടാക്കി. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരു സംഘടനകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങളെ ഒന്നിപ്പിച്ചു. ഒരാൾ ചിന്തകൾക്ക് തീ കൊടുത്തു, മറ്റൊരാൾ ആ തീ ആളിക്കത്തിച്ചു. അപ്പോ ഈ യാത്രയുടെ എല്ലാം അവസാനം അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും വലിയ നിധി എന്തായിരുന്നു? അത് കുറേ പുസ്തകങ്ങളോ അറിവുകളോ ആയിരുന്നില്ല. അതിനേക്കാളൊക്കെ വലുതായിരുന്നു അത്. ജീവൻ മുക്തൻ എന്നൊരു വാക്കുണ്ട്. എന്താണിതിന്റെ അർത്ഥം? ലളിതമായി പറഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഒരാൾ. അങ്ങനെയുള്ള ഒരാൾക്ക് മുന്നിൽ ബ്രാഹ്മണനെന്നോ പട്ടിയെന്നോ വ്യത്യാസമുണ്ടാവില്ല. എല്ലാത്തിലും ഒരേ ഒരു സത്യത്തെ, ഒരേ ചൈതന്യത്തെ മാത്രമേ കാണാൻ കഴിയൂ. ഈ ഒരൊറ്റ തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ എല്ലാ വിപ്ലവ ചിന്തകളുടെയും അടിസ്ഥാനം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തത്വശാസ്ത്രം സമദർശനമായത്. അതായത് എല്ലാത്തിനെയും ഒരുപോലെ കാണുക, വലിപ്പച്ചെറുപ്പമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ, മനുഷ്യനെന്നോ മൃഗമെന്നോ വേർതിരിവില്ലാതെ.
എല്ലാം ഒന്നാണെന്നുള്ള കാഴ്ചപ്പാട്. ഈ ആത്മീയമായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്റെ സാമൂഹിക വിപ്ലവങ്ങൾക്ക് ഊർജം നൽകിയത്. ഒരാൾ സമൂഹത്തിലേക്കെറിയുന്ന കല്ല് അയാൾ പോയാലും അതിന്റെ അലയൊലികൾ നിലനിൽക്കും. ചട്ടമ്പിസ്വാമികൾ തുടങ്ങിവെച്ച ആ വിപ്ലവത്തിന്റെ അലയൊലികൾ കേരളത്തെ മാറ്റിയത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതൊരു ശൃംഖല പോലെയായിരുന്നു. ഒന്നാമതായി, സ്വാമികളുടെ ആശയങ്ങൾ നിലവിലുള്ള വ്യവസ്ഥയെ ചോദ്യം ചെയ്തു. ആ ആശയങ്ങളിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയും പോലുള്ളവർക്ക് പ്രചോദനം കിട്ടി. അവർ SNDP, NSS പോലുള്ള വലിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങി. ഈ പ്രസ്ഥാനങ്ങളാണ് പിന്നീട് കേരളത്തിലെ വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നമ്മൾ കേട്ടിട്ടുള്ള വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, എന്തിന് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, അങ്ങനെ അവസാനം 1936 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിനു വരെ വഴിവെച്ചത് ഈ പ്രസ്ഥാനങ്ങളായിരുന്നു. ഇതിന്റെല്ലാം തുടക്കം ചട്ടമ്പിസ്വാമികൾ പാകിയ ആ വിപ്ലവകരമായ ആശയങ്ങളിൽ നിന്നായിരുന്നു എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വിതച്ച ആ വിത്തുകളാണ് ഇന്നത്തെ കേരളമായി വളർന്നത്. 1924 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് സമാധിസ്ഥലം ഇന്ന് കൊല്ലം ജില്ലയിലെ പന്മന ആശ്രമത്തിലാണ്. ഇന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് മനഃശാന്തി തേടിയെത്താൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരിടമാണത്. അദ്ദേഹത്തിന്റെ ആന്തരികമായ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം ഇന്നും അവിടെയുണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോ ഈ കഥയിവിടെ തീരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. അന്ന് നിഷിദ്ധം എന്നു പറഞ്ഞിരുന്ന ഒരറിവ് നേടാൻ ഒരാൾ നടത്തിയ പോരാട്ടം ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിമറിച്ചെങ്കിൽ, ഇന്നത്തെ കാലത്ത് ഏതൊക്കെ അറിവുകളാണ് ഇതുപോലെ നിഷിദ്ധമായി കണക്കാക്കപ്പെടുന്നത്? ഏതൊക്കെ അറിവുകളാണ് നമ്മളിൽ നിന്ന് മറച്ചുവെക്കപ്പെടുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.